നവംബർ 9 മുതൽ 11 വരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തവരാണ് മരിച്ചത്. 34 സ്ത്രീകൾ പ്രസവിച്ചതിൽ 7 പേർക്കാണ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്തിയത്. കിഡ്നിയിലടക്കം ഗുരുതര മുറിവുകൾ ഉണ്ടായിരുന്ന 5 പേരാണ് മരിച്ചത്. മറ്റ് 2 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. ഒരു IV ഫ്ലൂയിഡ് നൽകിയ ശേഷമാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ആരംഭിച്ചതെന്നാണ് വിവരം. സംഭവത്തിൽ മരുന്ന് സംഭരണ കേന്ദ്രങ്ങളിലെല്ലാം അന്വേഷണം നടത്താൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട്. രക്തസമ്മർദ്ദം കുറവുള്ള ആളുകൾക്ക് നൽകുന്ന സോഡിയം ലാക്ടേറ്റ് ഇഞ്ചക്ഷനാണ് റിംഗേഴ്സ് ലാക്ടേറ്റ്. അപകട സാധ്യതയുള്ള മരുന്നല്ലാഞ്ഞിട്ടും എങ്ങനെ ദുരന്തമുണ്ടായി എന്നാണ് അന്വേഷിക്കുന്നത്. ബെല്ലാരിയിലെ ആശുപത്രിയിൽ വിതരണം ചെയ്തത് ഗുണനിലവാരമില്ലാത്ത മരുന്നുകളാണെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. മരിച്ചവർ അപകട സാധ്യതയുള്ള ഗർഭിണികളുടെ വിഭാഗത്തിൽ ഉണ്ടായിരുന്നവരല്ലെന്നാണ് ആശുപത്രിയുടെ വിശദീകരണം. പശ്ചിമ ബംഗാൾ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് മരുന്ന് ഉൽപ്പാദിപ്പിച്ചു നൽകിയത്. സംഭവം വിവാദമായതോടെ 4-അംഗ സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.